ഇന്നത്തെ ഒരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് ഷാലോട്ട് ഗാർലിക് പ്രോൺ. അപ്പം ഇതെന്ന് പറയുന്നത് പേര് കേട്ടിട്ട് ഞെട്ടൊന്നും വേണ്ട, ഇത് ഞാൻ തന്നെ ഇട്ടൊരു പേരാണ്. അപ്പം കുറച്ച് ചെറിയുള്ളി പൊളിച്ച് വെച്ചതുണ്ടായിരുന്നു. അപ്പം ചെറിയുള്ളിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ ഷാലോട്ട് ഗാർലിക് പ്രോൺ എന്നുള്ളൊരു പേരും അങ്ങ് ഇട്ട് കൊടുത്തു. ഇതുണ്ടാക്കാൻ ഒരു ഇതുമില്ല, വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. ഇതിൻ്റെ റെസിപ്പിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം സക്സസ്ഫുൾ ആണെങ്കിലല്ലേ വീഡിയോ ഫുള്ളായിട്ട് എടുക്കേണ്ടുള്ളൂ. അപ്പം ഇതിപ്പുറം ഞാനാക്കിയത് പിന്നെ ഇതാണ് പൊടിദോശ, അതായത് വീറ്റിൻ്റെ ദോശയാക്കിയത്. ഇതിൽ നമ്മൾ ആദ്യം കൊഞ്ച് നന്നായി കഴുകി വൃത്തിയാക്കിയത്, പിന്നെ ഒരു 20ഓളം ഷാലോട്ട്സ്, അതായത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്, അത് കാശ്മീരി ചില്ലി ഒരു ടീസ്പൂണും പിന്നെ സാധാ മുളക് പൊടി 1 ടീസ്പൂണുമാണ്. പിന്നെ വേണ്ടത് നമ്മളെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ചെറിയുള്ളി, പിന്നെ വെളുത്തുള്ളി, പ്രോൺസ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ അതിലേക്ക് തന്നെ ഒരുമിച്ച് തന്നെയാണ് കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ കുറച്ച് നല്ലോണം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതെല്ലാം ഒന്ന് നന്നായി തിളക്കുന്നവരെ നന്നായി അതിൽ നിന്ന് കിടന്ന് വേണം കൊഞ്ച് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നവരെ കാത്തു നിൽക്കുക. ഇത് നമ്മളെ സവാള ഇടുന്നതിനെക്കാട്ടി 10 ഇരട്ടി ടേസ്റ്റാണ്. കാരണം ഇതിൽ ചെറിയുള്ളിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ചുവയാണ് കൂടുതലായിട്ട് മുന്തി കാണിക്കുക. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കരിവേപ്പിലയും കൂടി വരുന്നതിനുള്ള ടേസ്റ്റ് ഒന്നും പറയണ്ട. ഇത് നമ്മൾ ശരിക്ക് കഴിക്കേണ്ടത് നല്ല ചോറിൻ്റെ ഒപ്പരാണ്. പിന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്ന വെളുത്തുള്ളിയും മറ്റേ ഷാലോട്ട്സ് എല്ലാം അങ്ങനെ എന്താ പറയുക, തോല് പോക്കി അതേപോലെ കട്ടൊന്നും ചെയ്യാണ്ട് തന്നെ ചേർക്കുന്നത്. അപ്പോൾ നമുക്കത് ഇങ്ങനെ ചോറിൻ്റെ കൂടെ എല്ലാകുമ്പോൾ നല്ല കടിക്കാനും കിട്ടും. നല്ല ടേസ്റ്റുള്ളൊരു സാധനം, എന്തായാലും ട്രൈ ചെയ്യാം.